ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കിഡ്സ് കാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂട്ടുകാരെ, നമുക്ക് പതിപോലെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാവേ. പരിശുദ്ധാത്മാവേ വരണമേ, അവിടുത്തെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥയാൽ ഞങ്ങളിലേക്ക് വരണമേ, വന്ന് വസിക്കണമേ, ഞങ്ങളെ സ്വർഗത്തിലേക്ക് വഴി നടത്തണമേ. കർത്താവായ ഈശോയെ വേഗം വരണമേ, ഈശോയെ ഞങ്ങളെ സ്നേഹമാക്കി മാറ്റണമേ. ആമേൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്ന വിഷയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 14-ാം വചനമാണ്. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. ക്രിസ്ത്യാനികളായ നമ്മോട് ഈശോ പറയുകയാണ്, നാം ലോകത്തിൻ്റെ പ്രകാശമായിരിക്കണമെന്ന്. നമ്മോട് ഇപ്രകാരം ആവശ്യപ്പെട്ട ഈശോ തന്നെക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിലെ 12-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നുവെന്ന്. ഇതിൻ്റെ അർത്ഥം ക്രിസ്ത്യാനികളായി നമ്മൾ ക്രിസ്തുവിനെ പോലെ ആയിത്തീരണമെന്നാണ്. പ്രകാശം എന്താണെന്നും അതിൻ്റെ പ്രയോജനങ്ങൾ എന്താണെന്നും നമുക്ക് നന്നായി അറിയാം. അന്ധകാരത്തെ നീക്കിക്കളയുന്നുവെന്നത് പ്രകാശത്തിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവമാണ്. അതുപോലെ ഇരുട്ട് മറച്ചു വച്ചിരിക്കുന്ന നല്ല കാര്യങ്ങൾ കണ്ടെത്താനും പ്രകാശം സഹായിക്കും. നമുക്ക് ഇരുട്ടിനേക്കാൾ സന്തോഷം പ്രകാശമല്ലേ? കൂടുതൽ നന്മ പ്രവർത്തികൾ നടക്കുന്നത് പ്രകാശത്തിലാണ് എന്നുള്ളത് സത്യമാണ്. പ്രകാശം തന്നെയായ ഈശോയിലൂടെ എത്ര അനുഗ്രഹങ്ങളാണ് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈശോയിലേക്ക് നോക്കുന്നവർ പ്രകാശിതരാകുന്നു. അതായത് അവരുടെ ജീവിതങ്ങളിൽ നിന്ന് പാപമാകുന്ന അജ്ഞതയാകുന്ന അന്ധകാരം മാറിപ്പോകുന്നു. നിരാശകളും വേദനകളും മാറിപ്പോകുന്നു. അവർ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരും അവർക്ക് നന്മ ചെയ്യുന്നവരുമായി തീരുന്നു. വിശുദ്ധ മദർ തെരേസ ഇതിനൊരു നല്ല ഉദാഹരണമാണ്. ഈശോയാകുന്ന പ്രകാശത്തിൽ നിന്ന് പ്രകാശം സ്വീകരിച്ചു വേണം നാം പ്രകാശമായി മാറേണ്ടത്. ഈശോയിൽ വിശ്വസിച്ചും അവിടുത്തെ സ്നേഹിച്ചും നാം പ്രകാശമായി മാറണം. ഈശോയെ പോലെ സ്നേഹവും കരുണയുമുള്ളവരായി നാം മാറണം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് നിരാശയും വേദനകളും അകറ്റുവാൻ നാം സഹായിക്കണം. അവരുടെ ജീവിതങ്ങളിൽ നിന്ന് പാപം അന്ധകാരം മാറിപ്പോകുവാനും വിശുദ്ധിയാകുന്ന പ്രകാശം ഉണ്ടാകുവാനും നാം പരിശ്രമിക്കണം. നമ്മോട് കൂട്ടുകൂടുന്നവർക്ക് സന്തോഷവും സമാധാനവും സൽസ്വഭാവവും ഉണ്ടാകുവാൻ ഇടയാവണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിലുള്ള പ്രകാശം നമുക്ക് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കാം. വിശുദ്ധ ബൈബിൾ വായിച്ചും ദൈവവചനം അനുസരിച്ച് ജീവിച്ചും വിശുദ്ധ കുർബാനയും കുമ്പസാരവും ഒക്കെ നന്നായി ഉപയോഗിച്ചും മാതാപിതാക്കളെയും മുതിർന്നവരെയും അധ്യാപകരെയും ഒക്കെ നന്നായി അനുസരിച്ചും നമുക്ക് പ്രകാശത്തിൽ വളരാം. നമ്മുടെ ഇപ്രകാരമുള്ള നല്ല ജീവിതത്തിലൂടെ ഒത്തിരി പേർ നമ്മുടെ ഈശോയെ അറിയണം. നമ്മുടെ കൂടെ പഠിക്കുന്നവരും നമ്മുടെ സ്നേഹിതരുമൊക്കെ നമ്മളിലൂടെ ഈശോയെ സ്നേഹിക്കുന്നവരായി മാറട്ടെ. നമ്മളിലൂടെ ഒത്തിരി പേർ പ്രകാശമുള്ളവരായി മാറണം. ലോകത്തിൻ്റെ പ്രകാശമായി മാറാനുള്ള നമ്മുടെ ദൈവവിളി പൂർത്തിയാക്കുവാൻ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും സഹായം നമുക്ക് പ്രത്യേകമായി തേടാം. ലോകത്തിൻ്റെ പ്രകാശമായി വിശുദ്ധരായി അല്ല ഈശോയെ തന്നെയായി മാറുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ക്രൈസ്റ്റ്.